വെൽക്കം ടു കോസ്മോ മലയാളി. ഞങ്ങളുടെ പുതിയ എപ്പിസോഡ്. ഞാൻ നിതിൻ റോയ് ആൻഡ് സവിത മേനോൻ ഫോർ കോസ്മോ മലയാളി. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ദെർ വേർ സം ടെക്നിക്കൽ പ്രോബ്ലംസ്, ഇന്റർവ്യൂസിനൊക്കെ കിട്ടാനും ഇതൊക്കെ ആയിട്ട് ഡേറ്റ് ഒക്കെ ശരിയായി വരാനൊക്കെ കുറച്ച് സമയം എടുത്തു. സോറി ഫോർ ദാറ്റ്, ബട്ട് നൗ വി ആർ ഹിയർ. ക്രിസ്മസ് ആയി, ഇവിടെ തണുപ്പ്. നമുക്ക് ഇന്നത്തെ ഇവിടെ ഗസ്റ്റ് രണ്ടുപേരാണ്. വി ഹാവ് ഡോക്ടർ സജയൻ ആൻഡ് ഡോക്ടർ അജയ്. അപ്പൊ ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം we let them introduce themselves to our listeners and audience. എൻ്റെ പേര് സജയൻ. ഞാൻ ഇവിടെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടന്റ് അനസ്തറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ മറ്റുള്ള റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രിട്ടീഷ് അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ്റെ നാഷണൽ വൈസ് ചെയർ ആണ്. അതുപോലെ മലയാളി മെഡിക്കൽ അസോസിയേഷൻ്റെ സെക്രട്ടറി ആണ്. അതുപോലെ തന്നെ ജനറൽ മെഡിക്കൽ കൗൺസിലിന്റെ അസോസിയേറ്റ് റോളുണ്ട്. അതുകൊണ്ട് പ്ലാബ് എക്സാമിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് അജയ്. ഞാൻ 2021 ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. പ്ലാബ് ജേർണി കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു. പ്ലാബ് 1 കഴിഞ്ഞു, പ്ലാബ് 2 കഴിഞ്ഞു. GMC രജിസ്ട്രേഷൻ ജസ്റ്റ് റീസെന്റ് ആയിട്ട് കിട്ടി. ഇനി താമസിക്കാതെ NHS ഒരു ജൂനിയർ ഡോക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുള്ളതിൽ ഒരു വിശ്വാസത്തിലാണ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദ ഷോ. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഡിസ്കഷന്റെ മെയിൻ ഐഡിയ ഇസ് ടു ഹെൽപ്പ് പീപ്പിൾ. ഈ നാട്ടിൽ നിന്നുള്ള ഡോക്ടേഴ്സിന് ഈ കൺട്രിയിൽ വന്ന് ജോലി എടുക്കണമെങ്കിൽ എന്താണ് ഫ്രം A to Z ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റീസെർച്ച് ചെയ്യണമല്ലോ. ആ ഒരു പാത്വേ റീസെർച്ചിനുള്ള ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ കുറെ പേര് ഓൾറെഡി വന്നിട്ടുണ്ട്. എന്നാലും എവറി ഡേ റൂൾസ് ആർ ചേഞ്ചിങ്. നമുക്ക് അത് കീപ്പപ്പ് ചെയ്യാനും പറ്റുന്നില്ല. എന്തെങ്കിലും തരത്തിലൊരു ചേഞ്ച് എപ്പോഴെപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കൺസിഡറേഷനിലാണ് ഈ ഒരു ഡിസ്കഷൻ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഇന്റർവ്യൂ ഓർ ഡിസ്കഷൻ ഇസ് ദാറ്റ് വി ഹാവ് ഡോക്ടർ സജയൻ, ഹു ഇസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദിസ് കൺട്രി ഇൻ ഹിസ് പ്രൊഫഷൻ, and Dr. Ajay, who has actually gone through ippത്തെ ആ ഒരു ബേസിക് പ്രോസസ് ഓഫ് രജിസ്ട്രേഷനും ഈ കൺട്രിയിൽ പുതുതായി വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള അതിൽ കൂടെ ആ ഒരു ലേറ്റസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് ഡോക്ടർ അജയ്ക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഡോക്ടർ സജയനോട് ചോദിക്കാം, എവിടെയാണ് ഇപ്പൊ നാട്ടിലിരിക്കുന്ന ഒരു ഡോക്ടറിന് ഈ കൺട്രിയിലേക്ക് വരാനായിട്ട് എങ്ങനെയാണ് ആ ഒരു ബേസിക് ഇൻഫർമേഷൻ ഒക്കെ എവിടെയാണ് നോക്കേണ്ടത്? ഏതെങ്കിലും പെർട്ടിക്കുലർ വെബ്സൈറ്റ്സോ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്യോ? എങ്ങനെയാണ്? where do we start? ഓക്കെ, ഇവിടെ UK ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യം വേണ്ടത് ജനറൽ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ആണ്. അപ്പം GMC വെബ്സൈറ്റ് ആണ് ആദ്യമായിട്ട് പോയി നോക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. there are several other websites where you get lot of information from, but and the basic information on how you register with the General Medical Council and how you can practice in the UK, അത് GMC വെബ്സൈറ്റിൽ തന്നെ പോകണം. രജിസ്ട്രേഷന് പല റൂട്ട്സ് ഉണ്ട്. ഇവിടെ ലൈക്ക് ഐ സെഡ് ബിഫോർ, അപ്പോൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ രജിസ്ട്രേഷൻ വിത്ത് ജനറൽ മെഡിക്കൽ കൗൺസിൽ. അപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 റൂട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് പ്ലാബ് എക്സാം, പ്രൊഫഷണൽ ലിംഗ്വിസ്റ്റിക് അസസ്മെന്റ് ബോർഡിന്റെ എക്സാം പാസ്സായി വരാം. രണ്ടാമത്തത് അപ്രൂവ്ഡ് ബോഡീസ്, ഒരു കുറെ അപ്രൂവ്ഡ് GMC അപ്രൂവ്ഡ് ബോഡീസ് ഉണ്ട് ഹു ക്യാൻ സ്പോൺസർ ഡോക്ടേഴ്സ്. അപ്പൊ ആ സ്പോൺസർഷിപ്പ് റൂട്ട് ഉണ്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇഫ് യു ഹാവ് ഗോട്ട് എ അപ്രൂവ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഫ്രം either from UK and some selected other countries which was obtained in the last 3 years, then they can directly register with the General Medical Council. For example, if you got an MRCP അല്ലെങ്കിൽ FRCA ഉണ്ടെന്നുണ്ടെങ്കിൽ almost every Royal College exam is actually an approved postgraduate qualification. അതുപോലെ ഈ qualification from Canada, South Africa and a few other countries. The details are on the GMC website. അപ്പൊ അജയുടെ അടുത്ത് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. സോ ഇതൊക്കെ നമ്മള് നാട്ടിൽ നിന്നാണല്ലോ എന്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ നമ്മള് മെഡിസിനൊക്കെ കഴിയാറാവുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് നമുക്ക് ഇങ്ങനെ പോകണം എന്നൊക്കെ വരുന്നു. അപ്പൊ ഇതിന്റെ വലിയൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇമിഗ്രേഷൻ ആസ്പെക്ട് ആണ്. അതായത് എന്ത് ടൈപ്പ് വിസ വേണം, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ്, എന്താണ് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ അജയന്? അപ്പൊ ഈ എക്സാം എഴുതാനായിട്ട് നമുക്ക് തുടക്കത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും
ഫ്ലാബ് 1 നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലാബ് 2 വേണ്ടിയിട്ടാണ് നമ്മൾ വിസയുടെ കാര്യങ്ങൾക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അന്ന് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് വിസിറ്റേഴ്സ് വിസ തന്നെയാണ് ഫ്ലാബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒരു 6 മാസത്തേക്കുള്ള ഒരു വിസ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കോസ്റ്റ് അറൗണ്ട് 10,000 Indian rupees, 100 pounds. അപ്പോൾ ഇതിന് യൂഷ്വലി ഒരുപാട് ആൾക്കാർ ഇതിന് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഈ വിസയുടെ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ നമുക്ക് യൂഷ്വലി വിസയ്ക്ക് എപ്പോഴും നമുക്ക് കിട്ടാനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ കാണിക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു പ്രോപ്പർ റീസൺ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഫ്ലാബ് എക്സാം എന്നുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം. അതിന് ശേഷമുള്ളത് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത മൂന്നാമത് എക്സാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് പോകും എന്നുള്ളതിന്റെ ഒരു പ്രൂഫും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ഫാമിലി ബാക്ക് ഹോം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോം ടൈസ് ഉണ്ടായിരിക്കും. ഇത് 3 പ്രോപ്പറായിട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വിസ നമുക്ക് യൂഷ്വലി സുഖമായിട്ട് കിട്ടുന്നു. ഓക്കെ, അതിനകത്ത് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം നാട്ടില് ഈ വിസ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് UK വിസ അല്ലെങ്കിൽ US അല്ലെങ്കിൽ കനേഡിയൻ വിസ എന്തായാലും കുറെ ഏജൻസീസ് ഉണ്ട്. അവര് നമ്മുടെ വിസ എടുത്തു തരും. അതിന്റെ ഒരു ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഈ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതൊക്കെ കണ്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്ന വിസയാണോ, അതെയോ നമുക്കൊരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്ന് പറയുകയാണ്, നമുക്ക് സ്റ്റാർട്ടിങ് ടു എൻഡ് എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് എൻ്റെ വിസയുടെ. ഏജൻസീസ് ഒരുപാട് പേര് നമ്മളെ ഒരുപാട് എക്സ്ട്രാ ഫീസും കാര്യങ്ങളും പറഞ്ഞ് ഒരുപാട് ഒരു പെറ്റിക്കലും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. It entirely depends on how you want to go ahead. Usually നമുക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഈ ഓൺലൈനിൽ നിന്നും ഫേസ്ബുക്കിലെ പല ഗ്രൂപ്പിൽ നിന്നും പിന്നെ ഗവൺമെന്റ് ഓഫ് UK വെബ്സൈറ്റിൽ നിന്ന് തന്നെ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. അത് വെച്ച് നമുക്ക് കുറച്ചൊരു ടൈം ഒരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂഷ്വലി തന്നെ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോ അത് നമുക്ക് സംസാരിക്കാനും കേൾക്കാനും എഴുതാനും അറിയണമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ പരിപാടികളൊക്കെ? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ IELTS എന്നുള്ളൊരു എക്സാം, അതല്ലെങ്കിൽ ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് OET. രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും IELTS ആണെങ്കിൽ ഒരു ജനറൽ ഇംഗ്ലീഷ് എക്സാമിന്റെ ഒരു സെറ്റിംഗിലായിരിക്കും. ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് സ്പെസിഫിക്കലി ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിലാണ്. അപ്പോൾ അതിന് പക്ഷെ കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് ആണ്. ഇത് രണ്ടും പക്ഷെ നമ്മൾ GMC അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകളാണ്. അപ്പോൾ അതിന് ഈ ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റിന് എന്തെങ്കിലും സ്കോർസും അങ്ങനെ സ്പെസിഫിക് സ്കോർസ് ഒക്കെ ഉണ്ടാവുന്നല്ലേ? അതെ. അപ്പോൾ OET ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മൊഡ്യൂളുകളിലാണ് അവർ നമ്മളെ ആക്സസ് ചെയ്യുന്നത്. ഒന്ന് റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. അപ്പൊ ഈ 4 മൊഡ്യൂളുകളിലും നമുക്ക് മിനിമം B ഗ്രേഡ് എങ്കിലും ഉണ്ടായിരിക്കണം. IELTS ആണെങ്കിലും മൊഡ്യൂൾസ് സെയിം തന്നെ. അതിൽ നമുക്കൊരു ആവറേജ് സ്കോർ 7.5 ഓരോന്നിനകത്തും മിനിമം 7 സ്കോറും ഉണ്ടായിരിക്കും. അപ്പൊ ഈ പാർട്ട് 1 പ്ലാബ് നാട്ടിലിരുന്ന് ചെയ്യുക, IELTS എല്ലാം ചെയ്ത് പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞിട്ട് പാർട്ട് 2 ചെയ്യാനായിട്ട് UK വരുമ്പോഴാണ് ഈ വിസയുടെ ഇത് സിനാരിയോ വരുന്നത് അല്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ പ്ലാബിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയില് കറന്റ് പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് സജയൻ? പാർട്ട് 1 പാർട്ട് 2 എങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? GMC registration പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ there are different types of GMC registration. One is the professional registration, which അത് MBBS കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇവിടുത്തെ ഗ്രാജുവേറ്റ്സ് അതുപോലെ നാട്ടിൽ നിന്ന് അവസരം ചെയ്യാതെ വരുന്ന ആൾക്കാർക്കും അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൊഫഷണൽ രജിസ്ട്രേഷൻ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് അറ്റ് ദ ലെവൽ ഓഫ് ഫൗണ്ടേഷൻ ഇയർ 1 UK. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you can get full registration. So ഈ പ്ലാബ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെല്ലാം ഫൗണ്ടേഷൻ ഇയർ 2 ലെവലിലാണ് അവർ വരുന്നത്. അപ്പം they can get after the PLAB exam they can get full registration. പിന്നെ ബാക്കിയുള്ളത് സ്പെഷ്യലിസ്റ്റ് ആൻഡ് GP registration, that is applicable only to those who have completed or shown the evidence that they have gone through the full training either as a specialist or a GP. PLAB സെക്കൻഡ് പാർട്ട് ഇവിടെ വന്നിട്ട് എഴുതിയിട്ട് ഫുൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. സജയൻ, അപ്പൊ എന്താണ് ഈ പ്ലാബ് 2 എന്താണ് അസസ് ചെയ്യുന്നത് എക്സാമില്?
PLAB 2 is actually an exam. നേരത്തെ പറഞ്ഞ കണക്ക് ഫൗണ്ടേഷൻ ഇയർ 2 ലെവലിലുള്ള ഒരു പിച്ച്ഡ് എക്സാം ആണ്. അപ്പൊ ആ ലെവലിലുള്ള നോളജും സ്കിൽസും വേണം അതിൽ അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റിന്. ബേസിക്കലി അതിനകത്ത് 3 മെയിൻ ഡൊമൈൻസ് ആണ് ഞങ്ങൾ അസസ് ചെയ്യുന്നത്. ഒന്ന് ഈ ഡേറ്റ ഗാദറിങ് ആൻഡ് അസസ്മെന്റ്. ഇപ്പൊ നമുക്ക് പേഷ്യന്റ് നിന്ന് കിട്ടുന്ന ഹിസ്റ്ററി ടേക്കിങ്, അതുപോലെ എക്സാം ചെയ്യുക, അതൊരു പാർട്ട്. രണ്ടാമത്തത് ക്ലിനിക്കൽ മാനേജ്മെന്റ്. അതിനകത്ത് you make a diagnosis out of the data you gathered and form ഒരു മാനേജ്മെന്റ് പ്ലാൻ ഫോം ചെയ്യുക, അത് പേഷ്യന്റ് അടുത്ത് പറയുക. അതാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപേഴ്സണൽ സ്കിൽസ്, how you actually behave with the patient, how you kind of communicate and how you transfer the information in a way ഒരു പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ പറയുന്നത്. അത് ഈ മൂന്ന് മെയിൻ ഡൊമൈൻസ് ആണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പക്ഷെ നമുക്ക് ഇവിടുത്തെ വർക്കിംഗ് പ്രാക്ടീസസിനെ പറ്റി ഒരു ഐഡിയ വേണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈവൻ ദോ നമ്മൾ മെഡിക്കൽ ഡിഗ്രി ഈസ് ദ സെയിം എവരിവെയർ ഇൻ ദ വേൾഡ്, നമുക്ക് ഇവിടുത്തെ എങ്ങനെ ചില ന്യൂവൻസസ് ഉണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ഇവിടെ ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് മനസ്സിലാക്കാം. പിന്നെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട്, അതുപോലെ വീഡിയോസ്, അങ്ങനെ കുറെ റിസോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. എക്സാമിന്റെ പാസ് പെർസെന്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ പാർട്ട് 1 കഴിഞ്ഞ 2021 പാസ് പെർസെന്റേജ് 74% പാസ് റേറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ 69% പാസ് റേറ്റ്. പക്ഷെ ഈ പാർട്ട് 2 69 പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള 31% didn't pass. They spent all the money and came here and did the exam, and then they have to go through it again. So you need to be well prepared for the first attempt. Yeah, അപ്പൊ ഈ എക്സാം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ലിമിറ്റേഷൻസ് ഉണ്ടോ? 3 പ്രാവശ്യമേ പാടുള്ളൂ, 4 പ്രാവശ്യമേ പാടുള്ളൂ എന്നുള്ള ഇതുണ്ടോ? 4 പ്രാവശ്യമാണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 പ്രാവശ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അറ്റംപ്റ്റ് കൂടെ കിട്ടും. അത് GMC കോൺടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പർ ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ടെന്നുള്ളതിന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ. അതെനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മിക്ക മെഡിക്കൽ പ്രൊഫഷണൽ എക്സാംസും 4 അറ്റംപ്റ്റ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അറ്റംപ്റ്റ്സും നമ്മൾ യു ഹാവ് ടു provide an evidence that you have done something to improve. Ajay, ipo you passed your PLAB 1 and PLAB 2 and you're waiting for jobs. അതെ, GMC രജിസ്ട്രേഷൻ റീസെന്റ് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ജൂനിയർ ഡോക്ടർ റോൾസിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താമസിക്കാതെ ഓഫറുകൾ വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഞാനൊരു മെഡിക്കൽ സപ്പോർട്ട് വർക്കർ ആയിട്ട് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ കോവൻട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം, മെഡിക്കൽ സപ്പോർട്ട് വർക്കർ ആയിട്ട് നമ്മൾ ഡെയിലി പോകുമ്പോ എന്തെങ്കിലും സ്റ്റാർക്കിംഗ് ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നാട്ടിലത്തെ പ്രാക്ടീസും ഇവിടുത്തെ പ്രാക്ടീസും? അതെ, നമ്മൾ നാട്ടിലാകുമ്പോഴത്തേക്കും നമ്മൾ പേഷ്യൻസിനെ കാണുന്നു, അവരുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, അത് ചികിത്സിക്കുന്നു, അതോടെ അവിടെ തീരുകയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം തന്നെ പേഷ്യന്റ് മെഡിക്കലി എല്ലാം ഓക്കെ ആയതിനു ശേഷവും അവരെ വീട്ടിലേക്ക് നമ്മൾ അയക്കുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ്ലി ഒരു സോഷ്യൽ ആസ്പെക്റ്റും കൂടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വയ്യാത്തൊരു പേഷ്യൻ്റാണ്, വീട്ടിൽ പടികൾ കയറാൻ പറ്റാത്തയാണെങ്കിൽ ഇവിടുന്ന് ഗവൺമെന്റ് ചെലവിൽ തന്നെ വീട്ടിൽ സ്റ്റെയർ ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി കൊടുക്കുകയും അങ്ങനത്തെ ഒരുപാട് സോഷ്യൽ ആസ്പെക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് നാട്ടിൽ അങ്ങനെ ഒരു ഇത് അത്രയ്ക്ക് ഇല്ല, സിസ്റ്റം അല്ല. അതെ. അജയ് പണ്ടത്തെ നാടൊടുക്കാറ്റ് സിനിമ കണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, അതായത് ഏതൊക്കെ വെബ്സൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ജോബ്സ് കണ്ടുപിടിക്കാൻ പറ്റും? ജോലിക്കായിട്ട് മെയിൻ ആയിട്ട് എല്ലാ പരസ്യങ്ങളും വരുന്നത് NHS ജോബ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലാണ്. അത് NHS ജോബ്സ് ആണെങ്കിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിനുമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡിന്റെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, സ്കോട്ട്ലൻഡിന്റെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ 3 എണ്ണത്തിലുമാണ് മെജോറിറ്റി ഓഫ് ദി ജോബ് ഔട്ട് വേർഡ്സ് വിൽ ബി പബ്ലിഷ്ഡ്. അത് കൂടാതെ വേറെ ട്രാക്ക് ജോബ്സ് എന്ന് പറഞ്ഞ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഇതിലൂടെ ഒക്കെ തന്നെയാണ് നമുക്ക് മാക്സിമം ജോലികളും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അജയ്, ഇപ്പൊ നോക്കിയെടുത്തോളം എന്താ മനസ്സിലാക്കിയിരുന്നത്? വാട്ട് ഈസ് ദ ജോബ് സിറ്റുവേഷൻ കറന്റ്ലി? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി ഉണ്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, വേക്കൻസീസ് ഒരുപാടുണ്ട്. കാരണം ഇപ്പൊ എസ്പെഷ്യലി വിന്റർ പ്രഷറും കൂടെ ആയതുകൊണ്ട്
വേക്കൻസീസ് ഒരുപാട് വരുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കറന്റ്. ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു സംഭവം, വെദർ ഇറ്റ് ഈസ് എ നോൺ ട്രെയിനിങ് ജോബ് അല്ലെങ്കിൽ ട്രെയിനിങ് ജോബ് ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അല്ലേ? അതെ അതെ. സോ ഇനിഷ്യലി നമ്മൾ പ്ലാൻ ജേർണി കഴിഞ്ഞ് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം ഉടനെ തന്നെ ട്രെയിനിങ് പോസ്റ്റിലേക്ക് കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ നോൺ ട്രെയിനിങ് ജോബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് സിസ്റ്റത്തിനെ മനസ്സിലാക്കി NHSലോട്ട് പ്രോപ്പറായിട്ട് സെറ്റിലിംഗ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു ട്രെയിനിങ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ആയിരിക്കും കിട്ടുക. വരുന്ന വേക്കൻസീസ് മെജോറിറ്റി നോൺ ട്രെയിനിങ് ജോബിന്റെ ആയിരിക്കും. അപ്പൊ സോഫാർ നമ്മള് നാട്ടിലെ ഒരു ഡോക്ടറിന് ഇവിടെ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒന്ന് നോക്കി ഇവിടെ വന്നിട്ട് ഏതൊക്കെ പോസ്റ്റ് GMC രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ജോബ്സിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഇത്, അത് ഈ ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഓർഗനൈസേഷൻസ് ഉണ്ടാവോ ഇവിടെ? ലൈക്ക് ഇപ്പം ഈ ലിവിങ്, ഇനിയിപ്പോ അടുത്ത് നോക്കേണ്ട ഇതാണ് ഈ ലിവിങ് എക്സ്പെൻസ്, ട്രാവല്, ലിവിങ്, അങ്ങനത്തെ ഓരോ എക്സ്പെൻസസും ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഓർഗനൈസേഷൻസ് ഉണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി 2 ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യാണ്. ഒന്ന് ബ്രിട്ടീഷ് അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയും. അപ്പോൾ UK ഏറ്റവും വലിയ ഇന്ത്യൻ ഡോക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ എവിടെ താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്കൽ ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പം ബർമിംഗ്ഹാമിലാണ്, വെസ്റ്റ് മിഡ്ലാൻഡ്സ് ഡിവിഷൻ ഉണ്ട്. അപ്പം ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ whatever we can help we can do that. അതുപോലെ ഏത് ഡിവിഷനിലുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്താൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മലയാളി മെഡിക്കൽ അസോസിയേഷൻ, ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന മലയാളി ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ട്. അപ്പൊ അതിന് വി ക്യാൻ ജോയിൻ അവർ വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പൊ ഒത്തിരി സീനിയർ ഡോക്ടർമാരുണ്ട് അതിനകത്ത്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. വി വിൽ ഓൾ ബി ഹെൽപ്പിംഗ് wherever it is possible. അതുപോലെ ഓരോ അലുമിനി അസോസിയേഷൻസ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ മെഡിക്കൽ കോളേജിനും ഇവിടെ അലുമിനി അസോസിയേഷൻസ് ഉണ്ട്. മലയാളി മെഡിക്കൽ അസോസിയേഷൻ അതിൻ്റെ ഒരു ഓവർആർച്ചിങ് ബോഡിയാണ്. അപ്പം ഇൻഡിവിജ്വൽ അലുമിനി അസോസിയേഷൻസ് ആർ ഓൾസോ സോഴ്സസ് ഓഫ് സപ്പോർട്ട് ആൻഡ് അഡ്വൈസ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. ചിലതൊക്കെ ഫ്രീ ആണ്, ചിലതിന് ചെറിയൊരു ആനുവൽ മെമ്പർഷിപ്പ് ഫീ കാണും. പക്ഷേ it's all worth it. കാരണം it is a kind of a community spirit and mutual support. അജയ്, ഇപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ്, where can people look for accommodation-ഉം ഈ ഓരോ ബേസിക്, ഇപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, എങ്ങനെയാണ് ഈ ട്രാവലിങ്ങും അങ്ങനെ അതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള മെജോറിറ്റി ഓഫ് ഇൻഫർമേഷനും ഒരു സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഫേസ്ബുക്കിലുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ വെബ്സൈറ്റുകൾ, ബ്ലോഗുകളുണ്ട്. ഇവിടെ നിന്നെല്ലാം നമുക്ക് ഓരോ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പം ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ അക്കോമഡേഷന് വേണ്ടി തന്നെ ഇപ്പോൾ യൂഷ്വലി മെജോറിറ്റി ആൾക്കാരും എക്സാമിന് വേണ്ടി വരുമ്പോൾ മാഞ്ചസ്റ്ററിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഇങ്ങനെ കുറച്ച് അവൈലബിൾ റൂംസും ടെനൻസിന്റെ ഇതുമായിട്ടുള്ള ഒരു ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിലുണ്ട്. പിന്നെ സ്പെയർ റൂം എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യാറുണ്ട്, Airbnb യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ വഴിയെല്ലാം നമുക്ക് അക്കോമഡേഷൻ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം അടുത്തൊരു ഇതാണ് ഫോൺ. യൂഷ്വലി നമുക്ക് ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ചീപ്പായിട്ട് തന്നെ കിട്ടുന്ന ഒരു കണക്ഷൻ എടുക്കാവുന്നതാണ്. ഇപ്പം ലെബാറ അല്ലെങ്കിൽ ഗിഫ്റ്റ് ക്യാപ്പ്, അങ്ങനത്തെ ഒരുപാട് സിമ്മുകളുണ്ട്. വളരെ ചീപ്പായിട്ട് തന്നെ അത് എടുക്കാവുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു തൽക്കാലത്തേക്കുള്ള ഒരു അഡ്രസ്സ് കിട്ടിയതിന് ശേഷം നമുക്കൊരു UK ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത് ഈ ഓൺലൈനായിട്ടുള്ള മോൺസോ, റെവല്യൂട്ട്, അങ്ങനത്തെയുള്ള ഇതാണ് യൂഷ്വലി നമ്മൾ ആദ്യമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വിസയിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അതായിരിക്കും. പിന്നെ അതിനുശേഷം ട്രാവലിംഗ് കാര്യങ്ങൾ എല്ലായിടത്തും ബസ്സുണ്ട്, പിന്നെ ട്രെയിൻ വഴി കണക്ഷൻസ് ഉണ്ട്. അതിനായിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരുടെ റെലവന്റ് വെബ്സൈറ്റുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എവരിതിങ് ഇസ് വെൽ കണക്റ്റഡ് ആൻഡ് പ്ലാൻഡ്. സോ നമുക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങൾ hopefully we'll be able to give all the descriptionലെ ലിങ്ക്സ് എല്ലാം തരാൻ നോക്കാം, whichever is useful. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, സ്പെഷ്യലി നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ
കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഇൻകം ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിവിടെ ഈ ചെലവുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ ഒരു മാസ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, ഒരു 110 പൗണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ജസ്റ്റ് ലൈക്ക് എത്രയോ ഒരു 10,000 രൂപയുടെ അടുത്ത്. ഇപ്പോ കോസ്റ്റ് ഓഫ് ലിവിങ് കണ്ടമാനം കൂടി, എസ്പെഷ്യലി ഇൻ ദി UK. ഇപ്പം യുക്രൈനിൽ നടക്കുന്ന സംഭവങ്ങളും അതിന്റെ പല പല പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് കണ്ടമാനം കൂടി. ആൻഡ് അപ്പൊ അതിനെക്കുറിച്ച് എന്താ അജയ്ന് പറയാനുള്ളത്? സോ നമ്മുടെ ഒരു ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. യൂഷ്വലി നമ്മൾ എന്തുമാത്രം കംഫർട്ടിൽ നമുക്ക് നിൽക്കണം, അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും അത് മെജോറിറ്റി വരുന്നത്. അത് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓൺ ആൻ ആവറേജ് ഇപ്പോൾ മാഞ്ചസ്റ്റർ പോലൊരു സ്ഥലത്ത് ഒരു മാസം നമ്മളൊരു ഹൗസ് ഷെയറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷനും ഫുഡും എല്ലാം കൂടെ ചേർത്ത് അറൌണ്ട് 600-700 പൗണ്ട്സ് ആയിരിക്കും നമുക്ക് ചെലവ് വരുന്നത്. പിന്നെ അത് കൂടാതെ ഈ എക്സാമിന്റെ കാര്യങ്ങളും ഫീസുകളും കാര്യങ്ങളും അത് കൂടാതെ തന്നെ ഉണ്ടായിരിക്കും. മെജോറിറ്റി ഓഫ് ദ ടൈംസ് നമ്മളൊരു വിസിറ്റ് വിസയിലായിരിക്കും വരുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ഒരു വിസയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ദാറ്റ് വിൽ ബി ഇല്ലീഗൽ. സോ വി ഷുഡ് ഹാവ് എ പ്രോപ്പർ സേവിങ് ഫോർ എ കപ്പിൾ ഓഫ് മന്ത്. നാട്ടിൽ നിന്ന് തന്നെ ഒരു കുറച്ച് സേവിങ്സ് ഉണ്ടാക്കിയതിന് ശേഷം അതുകൊണ്ട് ആയിരിക്കണം ഇങ്ങോട്ട് വരുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ നോൺ ട്രെയിനിങ് പോസ്റ്റ്, ഈ GMC രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു നോൺ ട്രെയിനിങ് പോസ്റ്റ് കയറി നോക്കിയാൽ അത് സാലറീഡ് പോസ്റ്റ് അല്ലേ? അതെല്ലാം ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും യു ഹാവ് ടു ഗെറ്റ് പെയ്ഡ്. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം ഇവിടെ വരുന്ന പല ആൾക്കാർക്കും they don't know their rights, which is actually important. There are so many rights for people who work here. അത് മനസ്സിലാക്കാൻ ഞാൻ മുൻപ് പറഞ്ഞ ഓർഗനൈസേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അവരോടായിട്ട് ചോദിക്കുകയും, അതുപോലെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കോൺട്രാക്ട് കിട്ടുമ്പോഴത്തേക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ BMA മെമ്പറാണ് BMA ചെക്ക് ചെയ്യാം, അതുപോലെ അല്ലെങ്കിൽ ബാപ്പിയുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോട് ചോദിക്കാം. കാരണം നമ്മൾ ആദ്യത്തെ ജോലിക്ക് ഒരു സാധനം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് പേ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ carry on throughout your career in the UK. So it's very important that you check your first contract in the National Health Service with someone who knows about it. പിന്നെ എപ്പോഴാണ് ലൈക്ക് പലരും മാരീഡ് ആയിരിക്കും, അപ്പം ഒരു സ്പൗസിനെ കൊണ്ടുവരിക എന്നുള്ളത്, what stage is best to bring your spouse or somebody here? Obviously, in the first few months, it can be difficult to survive depending upon നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ പൈസ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൊണ്ടുവരാം ഉടനെ തന്നെ. അല്ലെങ്കിൽ you have to actually come and establish, get the first job, and then you can think about it. Once you get the job, I don't think it will be a problem. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പലർക്കും യു ഗോട്ട് ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. എല്ലാവർക്കും ആ ഒരു ലക്ക് ഉണ്ടാവണം എന്നില്ല. പലർക്കും ചെറിയൊരു സ്ട്രഗിള് ഒക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു ഫീലിംഗ് ഓഫ് ലോൺലിനെസ്സും ചെറിയൊരു ഡിപ്രഷനും അങ്ങനത്തെ, ഞാൻ ഇത്രയും നാട്ടിൽ നല്ല മാർക്കോടെ പാസ്സായി, ഐ വാസ് റാങ്ക് ഹോൾഡർ നാട്ടില്, പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് ഒന്നും, എവിടെ പോയാലും ഒരു ബ്ലോക്ക് വരുന്നു. Is there a support system for that? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ട്? That reminds me of my initial few months in the UK. ഇപ്പോൾ ഞാൻ വന്ന ആദ്യത്തെ 6 മാസത്തേക്ക് I found it very difficult to kind of adjust. ഞാൻ വന്നത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ്. ആ സമയത്ത് ഇവിടെ വിന്റർ ആണ്, കംപ്ലീറ്റ്ലി ഒരു വെദർ ഈസ് ഓൾസോ മൂഡി വെദർ ആണ്. You get depressed unless you got another person to talk to, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. എനിക്ക് I was lucky that എൻ്റെ കുറെ ക്ലാസ്മേറ്റ്സ് ഇവിടെ ഓൾറെഡി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അങ്ങനെയുള്ള വി നീഡ് എ പിയർ ഗ്രൂപ്പ് ടു സർവൈവ് ഇൻ ദിസ് കൺട്രി. അപ്പൊ ഏത് ലെവലാണെങ്കിലും, അത് വരുന്ന ലെവലാണെങ്കിലും അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വി നീഡ് ഫ്രണ്ട്സ്. they will be our family here. അതുകൊണ്ട് we make sure that you have some friends here. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ. അപ്പൊ ആ കാര്യത്തിൽ എനിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഡോക്ടർ സജയൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഒരു ഫേസ് കൂടെ പോയിട്ടുണ്ട്, ആ സ്ട്രഗിൾ ഫേസിൽ. അപ്പൊ ആ സമയത്ത് എനിക്കും കുറെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാളാണ് ഇരിക്കുന്ന ഡോക്ടർ സജയൻ.
and he has influenced me to take my career decisions as well. ഞാനിപ്പോൾ അനസ്തീസിയയിൽ എടുക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഡോക്ടർ സജയനാണ്. എനിവേ, ഇപ്പൊ ഏതായാലും നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് അജയുടെ അടുത്ത് വേറെ 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. വാട്ട് ഇസ് ദ ബെസ്റ്റ് തിങ് യു ഹവ് ലൈക്ഡ് സോ ഫാർ കമ്മിങ് ടു UK? Best thing. അതൊരു സർപ്രൈസ് ആയിപ്പോയല്ലേ ക്വസ്റ്റ്യൻ. Definitely one of the things ഇവിടുത്തെ ആൾക്കാരാണ്. നമ്മൾ അവര് വളരെ ഹെൽപ്ഫുൾ ആണ് ജനറലി എല്ലാ കാര്യങ്ങളിലും. യൂഷ്വലി നമ്മൾ എന്തെങ്കിലും ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക്, ഒന്നധികം അറിയാത്ത ഒരാൾക്ക് എല്ലാത്തിലും അവര് ഔട്ട് ഓഫ് ദ വേ പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒരുപാടായിട്ട്. പിന്നെ അടുത്തൊരിതാണ് നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ്. അത് യൂഷ്വലി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും അത് വളരെ നല്ലതായിട്ടുള്ളത്, എവിടെയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. പിന്നെ ഉള്ളതാണ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്. നമുക്കൊരു പ്രോപ്പർ ടൈമിംഗ് ഉണ്ട്, നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ഒരു ഇതുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് മിക്സ് ഓഫ് ബോത്ത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ വേർസ്റ്റ് തിങ് you have felt coming to UK? So right now it would be the weather. നാട്ടിൽ നമ്മൾ നല്ല സുഖിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ തണുപ്പത്ത് ഇങ്ങനെ തണുപ്പും പിന്നെ വിന്ററിലുള്ള ഇരുട്ടും. അതെ, വൈകുന്നേരം 4 മണി ആകുമ്പോഴത്തേക്കും തന്നെ മുഴുവൻ ഇരുട്ടാവും. അതേപോലെ തന്നെ രാവിലെ വളരെ താമസിച്ചായിരിക്കും സൂര്യൻ ഉദിക്കുന്നത്. Days are very short, so that's something we need to get used to. എന്തായാലും ഇത് നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ അജയ് ആൻഡ് ഡോക്ടർ സജയൻ. നിതിൻ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അതൊക്കെ. അഗൈൻ താങ്ക് യു സജയൻ ആൻഡ് താങ്ക് യു അജയ്. I think we have touched ഒരു നാട്ടിൽ നിന്നുള്ള ഒരു ഡോക്ടറിന് ഇവിടെ വരാനുള്ള ആ ഒരു പാത്വേയുടെ പല പോയിന്റ്സും നമ്മൾ ബ്രീഫായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കുറെ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ഓഫ് യൂസ് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. കോസ്മോ മലയാളിയുടെ ഈ എപ്പിസോഡ് ലിസൺ ചെയ്തതിന് വളരെ നന്ദി. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. Thank you so much for supporting us and your valuable feedback. Thank you. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കോ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ഞങ്ങൾക്ക് ഡിസ്കഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know. We'll happily try and arrange for that. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. Merry Christmas. Merry Christmas. Okay, thank you.